ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ എന്താ പറയുക, വളരെ നിരാശ നിറഞ്ഞൊരു റിസൾട്ടായിരുന്നു ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള ഒരു കളി കഴിഞ്ഞപ്പം 2-1. നമ്മൾ വിജയിക്കും, പ്ലേ ഓഫിലേക്ക് കയറാം എന്നുള്ളൊരു പ്രതീക്ഷയോടെ കണ്ടൊരു മത്സരമായിരുന്നു. പക്ഷെ എന്താ പറയുക, പോയിന്റ് ടേബിളിൽ 11ാം സ്ഥാനത്തുള്ള ഈസ്റ്റ് ബംഗാൾ പോലും നമ്മളെ 2-1 എന്നുള്ള ഒരു സ്കോറിൽ തോൽപ്പിച്ചു. ആ ഡാനിഷിന്റെ ആ ഒരു മൊമെന്റിൽ സംഭവിച്ച ഒരു ഇതുകൊണ്ട് സംഭവിച്ച ആ ഒരു ഗോൾ, നല്ല ഗോളിയായിരുന്നു, നല്ല ഗോളായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു പെർഫോമൻസ് അല്ല വേണ്ടത്. ഡാനിഷിന്റെ ആ ഒരു ഗോൾ ഉള്ളതുകൊണ്ട് മാത്രം നമുക്കൊരു ഗോൾ കിട്ടി, അതിലെങ്കിലും സമാധാനിക്കാനുള്ള ഒരു അവസ്ഥയിലായി പോയി കാര്യങ്ങൾ. പക്ഷേ ടീമിന്റെ പെർഫോമൻസ് വളരെ ഒരു ആവറേജ് പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ വിചാരിച്ച രീതിയിലുള്ള കാര്യങ്ങളും വന്നില്ല. ആദ്യത്തെ ഗോള് വിഷ്ണു പി, മലയാളി താരമാണ്. ഈസ്റ്റ് ബംഗാളിൽ ഈ ഒരു സീസണിൽ ഈസ്റ്റ് ബംഗാളിന്റെ ടോപ്പ് സ്കോററാണ്, 4 ഗോളുകൾ നേടിക്കൊണ്ട്. സോ ആ ഒരു പെർഫോമൻസ് നമ്മൾ സമ്മതിച്ച് കൊടുത്തേ മതിയാവും. നല്ല പെർഫോമൻസ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിനെതിരെ, മലയാളി താരമാണ്. സോ എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്ലേ ഓഫിലേക്ക് കയറാൻ നല്ലൊരു അവസരമായിരുന്നു. കാരണം പോയിന്റ് ടേബിൾ നമ്മളെക്കാൾ പിറകിലുള്ള ടീം എങ്ങനെയെങ്കിലും ഒരു വിജയിച്ചൊരു 3 പോയിന്റ് കിട്ടിയാൽ അത് അടുത്തൊരു എവേ ഗെയിം, ചെന്നൈ ആയിട്ടുള്ള ഒരു എവേ ഗെയിമിനും കൂടി നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. അത് കഴിഞ്ഞ് ഹോമിലേക്ക് വരുമ്പോൾ നല്ലൊരു ടീമിന്റെ ഒരു കോൺഫിഡൻസ് എല്ലാം ഉയർത്തി ഒരു നല്ലൊരു രീതിയിൽ വരാൻ പറ്റിയൊരു അവസരമായിരുന്നു. അത് നമ്മൾ കളഞ്ഞു കുളിച്ചു. എന്താ പറയുക, നല്ല പെർഫോമൻസ് ഇൻഡിവിജ്വലി പല പ്ലേയേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു കളക്റ്റീവ്ലി ഒരു ടീമിന്റെ സൈഡിൽ നോക്കുമ്പോൾ വളരെ ഒരു ആവറേജ് പെർഫോമൻസ് ആയിരുന്നു. ലൂണയൊക്കെ അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചു, നല്ല ത്രൂ ബോൾസ് ഉണ്ടായിരുന്നു. എല്ലാം ഇൻഡിവിജ്വലി നോക്കുമ്പോൾ പല മൊമെന്റ്സ് ഉണ്ട്. പക്ഷേ കളക്റ്റീവ്ലി ഒരു ടീമിന്റെ സൈഡിൽ നോക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ വളരെ കുറവായിരുന്നു. ഡിഫൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മോശമല്ലാത്ത രീതിയിൽ ഡിഫൻസ് ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു മൊമെന്റ് സംഭവിച്ച ചില കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ 2 ഗോൾ വാങ്ങിയത്. ആ ഒരു ഹെഡർ ആ ഒരു സമയത്ത് ഫ്രീ ആയി ഒരു ഹെഡർ ചെയ്യാനുള്ള ഒരു അവസരം അവിടെ വന്നു. അതുപോലെ ഈസ്റ്റ് ബംഗാൾ ആ കൗണ്ടർ അറ്റാക്ക് ചെയ്ത സമയത്ത് നമ്മളെ ഡിഫൻസിലെ അധിക പേരും അവിടെ ഇല്ലായിരുന്നു, ഓടി പിടിക്കാനായില്ല ഫ്രണ്ടിക്ക്. അതേപോലെ കോറോസിങ്ങിന് അത് ഗോൾ ലൈൻ സേവ് നടത്താനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഓഫ് ബാലൻസ് ആയിപ്പോയി, പന്ത് അടിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അത് സത്യം പറഞ്ഞ ഒന്ന് എങ്ങനെങ്കിലും ബോഡി വെച്ച് ഒന്ന് തട്ടി ഇട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ഗോൾ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ എന്താ പറയുക, ഓഫ് ബാലൻസ് ആയിപ്പോയി, ബോൾ തട്ടി ഇടാൻ സാധിച്ചില്ല. അതേപോലെ സച്ചിന്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ല സേവുകൾ ഉണ്ടായിരുന്നു. നല്ല സേവുകൾ എന്ന് പറഞ്ഞാൽ ഗോളൊന്ന് ഉറപ്പിച്ച അവസരങ്ങൾ പോലും തട്ടി അകറ്റി. എന്നാൽ ആ ഒരു ഫ്രീ കിക്ക് തട്ടി പിന്നെയും ഓപ്പോസിറ്റ് പ്ലേയേഴ്സിന് ഇട്ട് കൊടുത്തു എന്നുള്ളൊരു കാര്യം ഒഴിച്ചാൽ ബാക്കിയെല്ലാം നല്ല സേവുകളായിരുന്നു. പിന്നെ മിഡ്ഫീൽഡ് ആയാലും ഞാനൊരു ബിലോ ആവറേജിലേക്കൊന്നും പോയില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റി. പക്ഷെ ഒരു ഗോളെന്ന് ഉറപ്പിക്കാവുന്ന ഒരു അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചില്ല. അതാണ് ഏറ്റവും വലിയ ഒരു പോരായ്മയായത്. സത്യം പറഞ്ഞാൽ ഇന്നലെ ലൂണയുടെ ഒക്കെ മുഖം കാണുമ്പോൾ വല്ലാത്ത വിഷമമാണ്. കാരണം മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്. ഞാൻ ലൂണയുടെ ഫസ്റ്റ് സീസണിലുള്ള പെർഫോമൻസ് ഒന്നും ഇപ്പം ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ലൂണ സ്റ്റിൽ ആ ഒരു ഇഞ്ചുറിക്ക് ശേഷം വന്നതിൽ ഇപ്പം ഒരു അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബാക്കി നല്ല ക്രോസുകളും നല്ല ബോളുകളും ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ കാര്യങ്ങൾ കൂടി പരിഗണിക്കാനല്ല. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മളെ ടീമിന്റെ പെർഫോമൻസ് മുന്നേ 3 മത്സരങ്ങളെക്കാൾ കുറച്ച് താഴോട്ടാണ് പോയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 3 മാച്ചുകൾ നമ്മൾ തോറ്റിട്ടില്ല. 3 മാച്ചുകളിൽ 2ഉം വിജയിച്ച് ലാസ്റ്റ് നോർത്ത് ഈസ്റ്റിനോട് ഒരു ഡ്രോയിലൂടെയും വന്ന ടീമാണ് പോയിന്റ് ടേബിളിൽ 11ാം സ്ഥാനക്കാരായ ഈസ്റ്റ് ബംഗാളിനോട് ഇപ്പോൾ തോറ്റത്. സോ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ ഒരു ശോകം പെർഫോമൻസ് തന്നെയായിരുന്നു. സോ ഏതായാലും ഇന്നലത്തെ ഒരു മാച്ചോട് കൂടി പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്കൊരു പ്ലേ ഓഫ് സാധ്യത എന്നുള്ളത് ഒരുപാട് അകലത്തേക്ക് പോയിട്ടുണ്ട്. കാരണം ഇന്നലത്തെ ഒരു മാച്ച് ജയിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പ്ലേ ഓഫിലേക്ക് അടുക്കായിരുന്നു. ആ ഒരു സാധ്യതയും പോയി. ഇനിയിപ്പം വീണ്ടും പെന്നും കാൽക്കുലേറ്ററും എടുത്ത് ഇരിക്കണം. പോയിന്റ് ടേബിളിലെ പോയിന്റും ഇതും അളന്ന് കുറിച്ച് നമ്മൾ കയറില്ല എന്നുള്ളത് നോക്കിയിരിക്കണം. അടുത്ത വരാൻ പോകുന്ന മാച്ചുകൾ കൂടി ജയിക്കണം, അത് വേറെ കാര്യം. സോ ആ ഒരു അവസ്ഥയിലേക്ക് മാറി. പക്ഷെ ഇന്നലെ കളി തുടങ്ങുന്നതിന് മുന്നേ വരെ നമുക്കായിരുന്നു ഒരു സാധ്യത. കളിയിലായാലും പോയിന്റ് ടേബിൾ ആയാലും പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകളായാലും എല്ലാം നമുക്കൊരു പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ ഇന്നലത്തെ കളിയോട് കൂടി എല്ലാം മാറി മറിഞ്ഞു. ഏതായാലും അടുത്ത ചെന്നൈ ആയിട്ടുള്ളൊരു എവേ മാച്ചോട് കൂടി കാര്യങ്ങൾ ഏകദേശം തീരുമാനമാവും. ആ ഒരു മാച്ച് ജയിച്ചുകൊണ്ടാണ് അടുത്ത ഹോം മാച്ചിന് വരുന്നത് എങ്കിൽ നമുക്ക് പ്ലേ ഓഫിലേക്ക് ഒന്നുകൂടി ഒരു ശ്രമം നടത്താം. പക്ഷെ അടുത്തൊരു ചെന്നൈ മാച്ച് കൂടി നമുക്ക് തോൽവിയാണ് എങ്കിൽ നമ്മൾ ഈ ഒരു സീസണിലെ എല്ലാ പ്രതീക്ഷകളും ഏകദേശം അവസാനിച്ചു എന്ന് വേണം കരുതാൻ. സോ ഏതായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ടേക്ക് കെയർ, ഗുഡ് ബൈ, ബൈ.